ഒരു 2 വയസ്സിൻ്റെ ഇതുകൂടി ആയിപ്പോയി. കാരണം 18 വയസ്സുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് അവനെ എന്തും ചെയ്യാൻ പറ്റുന്നുള്ള നിയമത്തിൽ കൊണ്ടുവരായിരുന്നു. അവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് അവൻ തന്നെ സ്റ്റേഷനിൽ പറയുകയാണ് ചെയ്തത്. പിറകിൽ നിന്ന് നടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല. പക്ഷേ പിന്നെ എന്തോ ഈ പയ്യൻ ഒരു നല്ലൊരു ക്രിമിനലായി മാറുന്നതിന് മുന്നേ ഇവനൊരു ശിക്ഷ കൊടുത്തിരിക്കണം. നമസ്കാരം. ആറ്റിങ്ങൽ നഗരത്തിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിക്ക് ഒരു ദിവസം രാത്രി ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. അദ്ദേഹം പണി കഴിഞ്ഞ് പോകുമ്പോൾ ആ ഒരു വിജനമായ ഇടവഴിയിൽ വെച്ച് അദ്ദേഹത്തെ ആരോ കടന്നു പിടിക്കാൻ തിരിച്ച് ആക്രമിച്ചുകൊണ്ടും അല്ലെങ്കിൽ തടഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് വേറെ ആപത്തൊന്നും പറ്റിയില്ല. അക്രമി ഓടിക്കളഞ്ഞു. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്തി. പ്രതി പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരോ നാടോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു അക്രമത്തിനിരയായ ചേച്ചി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെയോ നമ്മുടെ ചാനലിനോട് പറയാനുണ്ട്, നമുക്ക് കേൾക്കാം. ചേച്ചി, പ്രതി എന്തായാലും പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു പൗരന് കൊടുക്കേണ്ട നിയമ നടപടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമത്തിന് മുന്നിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറ്റില്ല. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇന്ന് കഴിഞ്ഞ 13-ാം തീയതി നൈറ്റ് നടന്നതാണ്. ഇന്നിപ്പോൾ 10-ാം തീയതി ആയി. അപ്പോൾ ഒരു മാസത്തോളം ഇത് വെയിറ്റ് ചെയ്താണ് ഞാനും ഇരുന്നത്. പ്രതി എൻ്റെ സമീപവാസിയായിരുന്നു. കാരണം കണ്ടെത്താനായിട്ട് അവൻ 99% പ്രതിയായിട്ട് എനിക്ക് വേണ്ട. ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ പറഞ്ഞത് 100% പ്രതിയായിട്ട് കിട്ടുന്ന ഒരാളെ മാത്രം മതി. അവൻ നേരിട്ട് വന്നിട്ട് അവൻ്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞു ഞാൻ തന്നെയാണ് പ്രതി എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിത് വെളിപ്പെടുത്താൻ ഇറങ്ങിയത്. കാരണം എനിക്കിത് 16 വയസ്സുള്ള ഒരു പയ്യനെ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. നിയമത്തിൻ്റെ മുമ്പിൽ ജുവനൈൽ ഹോമ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളതേ പറ്റുള്ളൂ. അപ്പോൾ പോലീസ് ഉൾപ്പെടെ നമുക്കിത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് നീതി കിട്ടണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് മീഡിയയെ സമീപിക്കുന്നത്. ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഇത് ഒത്തുതീർപ്പാൻ വേണ്ടി സമീപിച്ചിരുന്നു. രക്ഷകർത്താക്കളല്ല, റിലേറ്റീവ്സ് ഒരുപാട് പേര് ഇങ്ങനെ ശ്രമിച്ചു ഒത്തുതീർപ്പാക്കാൻ. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നൈറ്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അവന് ഭാവിയുണ്ട്. എന്നോട് സംസാരിച്ച അങ്ങനെയാണ്, അവന് ഭാവിയുള്ളതല്ലേ, ആ കുട്ടി ഇത് പുറത്തോട്ടൊക്കെ വിടാനുള്ളതാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ കടന്നു പിടിച്ചിരുന്നെങ്കിൽ എങ്കിൽ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അങ്ങനെ ആയിരിക്കും സമൂഹം പ്രതികരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ അതിലാണ് മനസ്സിലാക്കിയത്. കാരണം ഇങ്ങനെ ഒരു ചെറിയ കാര്യമായിട്ടാണ് അവരെല്ലാം നിസ്സാരമായിട്ട് കളഞ്ഞു. പക്ഷേ എനിക്കത് ചെറിയ കാര്യമല്ല. ഞാനത് മിണ്ടാതെ ഇരുന്നു എന്നേ ഉള്ളൂ. എൻ്റെ ഇവൻ്റെ വീട് കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ദിവസമായിട്ടും അവനാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു ഇതല്ല ചേച്ചിയുടെ പിറകെ വന്നു. തീർച്ചയായിട്ടും അവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് അവൻ തന്നെ സ്റ്റേഷനിൽ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് 2 വയസ്സിൻ്റെ ഇതുകൂടി ആയിപ്പോയി. കാരണം 18 വയസ്സുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് അവനെ എന്തും ചെയ്യാൻ പറ്റുന്നുള്ള നിയമത്തിൽ കൊണ്ടുവരായിരുന്നു. ഇതിപ്പോൾ നിയമത്തിന് എനിക്ക് അത്രത്തോളം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നീതി എനിക്ക് കിട്ടണം. അത് നിയമത്തിൻ്റെ വശത്ത് പോകണം. അതിനു വേണ്ടിയിട്ട് മാത്രം. പക്ഷേ അന്ന് രാത്രി ആക്രമിക്കപ്പെട്ടത് ഒരു സ്ത്രീത്വത്തെയാണ്, ഒരു മനസ്സിനെയാണ്. അതിനുശേഷം ചേച്ചി ഏകദേശം 1 മാസത്തോളം ഡെസ്പായി അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇന്നതുവരെയും അതിൽ നിന്ന് ഇന്നിപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അതൊരു ഞെട്ടൽ തന്നെയാണ്. കാരണം അവൻ്റെ വായിൽ നിന്ന് വീഴുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാൻ പ്രതിയെന്ന് ഞാൻ പറയുമ്പോൾ മാത്രമാണ് ഒരു കുറ്റവാളി ആണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നത്. എനിക്ക് വിജയം കിട്ടിയതും അവിടെയാണ്. കാരണം ഞാൻ ഒരുത്തനെ കണ്ടിട്ട് ഇവനാണ് പ്രതിയെന്ന് പോലീസിന് കൊടുക്കുകയല്ല ചെയ്തത്. കുറ്റവാളി വന്ന് ഞാൻ തന്നെയാണ് പ്രതി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ 100% വിജയിച്ചിരിക്കുന്നത്. അവരുടെ വീട്ടുകാർ വന്ന് സമ്മതിച്ചു. അവരുടെ വീട്ടുകാർ വന്ന് എൻ്റെ കൂടെ പിന്നത് അവനാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴേക്കും എനിക്ക് ഉറപ്പായി. കാരണം ഞാൻ വിചാരിച്ച അവർ വരുന്നത് അവനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നതെന്നാണ്. ചേച്ചി അവനെ അങ്ങനെ പറയല്ലേ, അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാനെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അവർ വന്നുടനെ അവരെ വായിന്ന് തന്നെ വീണു. അവൻ സമ്മതിച്ചു ചേച്ചി, മീഡിയയ്ക്ക് കൊടുക്കരുത് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ഞാൻ മീഡിയയ്ക്ക് കൊടുത്തതാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. അപ്പം ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കേസ് തെളിയാത്ത കേസായിട്ട് വിടാൻ ഞാൻ തയ്യാറല്ല. പിന്നെ ഇതിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും ബന്ധുക്കളെ എല്ലാവരെയും ഇറക്കി ഇതിൻ്റെ പുറകിൽ പോയി ആ പയ്യനെ ഉപദ്രവിക്കാനോ ഒന്നിനും ഞാൻ തയ്യാറല്ല. എനിക്ക് പറ്റിയ ഒരു മാനക്കേട് അത് സ്വയം നികത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് നിയമത്തിന് മുന്നിൽ കാരണം
തീർച്ചയായിട്ടും വേണം. അവന് 16 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ സമൂഹത്തിന് ഞാൻ ഇന്നും പറയാം, അവന് 16 വയസ്സല്ല, അവന് 28 വയസ്സ് അവൻ്റെ മൈൻഡിലുണ്ട്. ആ ഒരു പ്രവൃത്തിയിലാണ് അവൻ്റെ പ്രവൃത്തി പോലും. അപ്പം അത് നിയമത്തിൻ്റെ കണ്ണിൽ അവന് 16 വയസ്സ്. ലഹരി വല്ലതും ഉപയോഗിക്കുന്ന ആളാണോ? എനിക്ക് കറക്റ്റ് അറിയത്തില്ല. തീർച്ചയായിട്ടും അതാ പറയുന്നത്. പക്ഷെ പിറകെ നിന്ന് നടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ പിന്നെ എന്തോ ഈ പയ്യൻ ഒരു നല്ലൊരു ക്രിമിനലായി മാറുന്നതിന് മുന്നേ ഇവനൊരു ശിക്ഷ കൊടുത്തിരിക്കണം. അത് നീതി കിട്ടണം. ഇതൊരു പാഠമാവണം. നമ്മളെ നാട്ടിൽ ഒരുപാട് കൊച്ചുങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും പറയുന്നില്ല. ഇതോടുകൂടി ഞാൻ ഇപ്പം ഈ നമ്മുടെ സമൂഹം കുറച്ച് പേര് പാവപ്പെട്ട ഒരു കൊച്ചിനെ ഇങ്ങനെ പറയരുത്, പാവപ്പെട്ട ഒരു കൊച്ചിനെ പ്രതിയാക്കരുത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ലേഡീസിനും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവരുടെ വീട്ടിൽ ചെന്ന് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ അവരാരും തുറന്ന് പറയാത്തവരാണ്. അത് നല്ല രീതിയിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. കാരണം അതൊരു കൊച്ചല്ലേ, അവർ നോക്കുന്നത് ഒരു പയ്യൻ, ഒരു ചെറിയൊരു പയ്യനല്ലേ. എൻ്റെ മോക്കുണ്ട്, 18 വയസ്സായ ഒരു മോൾ എനിക്കുണ്ട്. ആ പ്രായം പോലും ഇല്ലാത്തൊരു പയ്യനാണ് നല്ല രീതിയിൽ എന്നോട് ഇത് ചെയ്തത്. അപ്പോൾ ഇനി ആ ഒരു പ്രതി എൻ്റെ കണ്ണിൽ ഇനി മരണം വരെയും അവൻ പ്രതിയാണ്. അപ്പോൾ ആ രീതിക്ക് നീതി കിട്ടണം എനിക്ക്. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകണം എനിക്ക്. ഏതായാലും ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ന്യായമാണ്. കാരണം ഒരു രാത്രിയിൽ അവമാനിക്കപ്പെട്ടത് ഒരു സ്ത്രീത്വത്തെയാണ്, ഒരു മനസ്സിനെയാണ്, ഒരു ഭാര്യയാണ്, ഒരു സഹോദരിയാണ്, ഒരു അമ്മയാണ്. അപ്പോൾ എന്തായാലും നീതിക്ക് വേണ്ടി ആ ചേച്ചി ശ്രമിക്കുന്നതിൽ നമുക്ക് ഒന്നും കുറ്റം പറയാൻ കഴിയില്ല. ഒരു പക്ഷേ പ്രതിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ ആ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കിട്ടുന്ന ശിക്ഷ എന്താണോ അത് ലഭിച്ചിരിക്കണമെന്നാണ് ചേച്ചി പറയുന്നത്. ഏതായാലും നമുക്ക് നിയമത്തിൻ്റെ വഴി നിന്ന് നോക്കാം, പോലീസുകാർ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഇസ്മേനുസുണ്ടി, ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്തുമാരാർ, സൈനിങ് ഓഫ്.